ഹലോ നമസ്കാരം. ആധാറിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഓൾ ഇൻ ഫോർവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഒപ്പം തന്നെ ഈ വർഷം SSLC +2 എക്സാം എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണ്, അതായത് പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക്, ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റോ എന്തെങ്കിലും ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ നോ എന്നും, എന്താണ് തെറ്റ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ അത് എങ്ങനെ തിരുത്താം, അതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്, ഇത് എങ്ങനെ തിരുത്താം, അക്ഷയ സെൻറ്ററിൽ ചെന്ന് തന്നെ തിരുത്തേണ്ടതുണ്ടോ, അതല്ല നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി വീട്ടിലിരുന്ന് സ്വന്തം തിരുത്തുവാൻ സാധിക്കുമോ, തുടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള സംശയ നിവാരണം കമൻറ്റ് ബോക്സ് വഴി നൽകാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. അത് 35 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ ഒരു 98% ആളുകളുടെയും ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ സൈഡിലുണ്ടാകും എന്നാണ് എടുത്തതെന്നുള്ളത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിലുള്ളതുപോലെ പേര്, അഡ്രസ്സ് തുടങ്ങിയ രേഖകൾ കൊണ്ട് നേരിട്ട് അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ മൊബൈൽ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈൻ വഴിയോ പുതുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഡോക്യുമെൻ്റ് അപ്ഡേഷന് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വെക്കുമ്പോൾ അതിലുള്ള പേരും അഡ്രസ്സും അതുപോലെ ആധാറിലുള്ള പേരും അഡ്രസ്സും ഒന്ന് തന്നെ ആയിരിക്കണം. ഇത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് പുതുക്കുകയാണെങ്കിൽ ഇപ്പോൾ 75 രൂപ നൽകേണ്ടതാണ്. അല്ല നിങ്ങൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ വഴി ചെയ്യുകയാണെങ്കിൽ അതിന് നിലവിൽ ചാർജുകളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യുക. കാരണം ഇൻഷുറൻസ് അടക്കമുള്ള പല സേവനങ്ങൾക്കും ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ മാത്രമേ OTP ഫോണിലേക്ക് വരികയുള്ളൂ. പല സർക്കാർ ആനുകൂല്യങ്ങൾക്കും ആധാറും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാറും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ്. നിലവിൽ 75 രൂപയാണ് ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിലോ ചെന്ന് മാത്രമേ മൊബൈൽ നമ്പറും ആധാർ ലിങ്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആധാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തെറ്റിദ്ധരുത്തേണ്ടതാണ്. കാരണം ഭാവിയിൽ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാം. ഉദാഹരണമായി ആദ്യകാലങ്ങളെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിന് രേഖകൾ വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. പാൻ കാർഡ് അടക്കമുള്ള രേഖകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജനനത്തീയതി തിരുത്തുന്നതിന് ആകെ 3 രേഖകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ: പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ ഇനിയും ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയവയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തുക. അഡ്രസ്സ് എന്നത് നമ്മൾ ചിലപ്പോൾ താമസം മാറുന്നതനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങളുടെ ആധാറിൽ പേരോ അഡ്രസ്സോ ഡേറ്റ് ഓഫ് ബർത്തോ ജെൻഡറോ തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് എന്തെല്ലാം രേഖകൾ വേണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം SSLC അതല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് നിങ്ങളുടെ ആധാർ 5 വയസ്സിന് മുൻപാണ് എടുത്തതെങ്കിൽ ആധാറിലുള്ള വിരലടയാളമോ മറ്റോ രക്ഷിതാക്കളുടെ ആയിരിക്കും വെക്കുക. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ കുട്ടികളുടെ എടുക്കുകയുള്ളൂ. അത് 5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, കണ്ണ്, ഫോട്ടോ എന്നിവ പുതുക്കി നൽകുന്നു. അതുപോലെ തന്നെ 15 വയസ്സാകുമ്പോൾ അത് പുതുക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായും 5 വയസ്സിന് മുൻപെടുത്ത ആധാറാണെങ്കിൽ 5 വയസ്സിലും അതുപോലെ 15 വയസ്സിലും അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതാണ്. ഇത്തരത്തിൽ പുതുക്കിയിട്ടില്ലെങ്കിൽ റേഷൻ കട അടക്കമുള്ള പല സ്ഥലങ്ങളിലും നിങ്ങളുടെ വിരലടയാളം ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഏകദേശം 10-20 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ആധാർ കട്ടാവുകയും ചെയ്യുന്നതാണ്. ഈ വർഷം
SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കെല്ലാം 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. SLC കഴിയുമ്പോഴേക്കും തന്നെ 16 വയസ്സും അതുപോലെ +2 കഴിയുമ്പോഴേക്കും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. ഇത്തരം വിദ്യാർത്ഥികൾ അവരുടെ മാൻഡേറ്ററി ബയോമെട്രിക് അതായത് 15-ാം വയസ്സിലുള്ള പുതുക്കൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് അവരുടെ ആധാർ പുതുക്കേണ്ടതാണ്. ഇത്തരത്തിൽ പുതുക്കിയാൽ മാത്രമേ ഭാവിയിൽ ആധാർ ഉപകാരമുണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആധാറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഓൾ ഇൻഫോ വേർഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ.